ഭാരതം ശക്തമാണ്. ഭാരതത്തെ ശക്തമാക്കി തന്നെ നിലനിർത്താൻ, ഭാരതത്തിന്റെ പ്രതിരോധം നിലനിർത്താൻ അതിനായി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒട്ടേറെ വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം, ആസ്വദിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജന ടി വി ടീം ഇപ്പോൾ രജൗരിയിലാണുള്ളത്. ഇവിടെ താമസക്കാരനായ ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഫാറൂഖ് അഹമ്മദ്. ഫാറൂഖ് അഹമ്മദ് ഇവിടെ ടാക്സി ഡ്രൈവറാണ്. ഫാറൂഖ് अहमद जी नमस्ते। बताएं कि आप क्या क्या देखा, क्या क्या सुना आपने ये, और आपके क्या सोच है इसके ऊपर? पाकिस्तान के पे हम थोड़ी हमला करते हैं, लेकिन बीच बीच में वहीं से आ रहा है। सर इसमें अगर अब ये सीज फायर हुआ है तो इसका पूरा मतलब होना चाहिए, बंद होना चाहिए। दोबारा हमला ऐसा नहीं होना चाहिए क्योंकि आम लोगों की जानें ज़ाया होती हैं। और अभी का इधर का हाल कैसा है? लोगों अभी ये लास्ट विलेज में पहुंच गया, नहीं तो अभी भी बाहर है? अभी तो सर ये पूरा एरिया जितना आपको दिखाई दे रहा है, ये पूरा एरिया सुनसान पड़ा है। यहाँ से लोग भाग निकले हैं। 2 दिन से यहाँ कोई नहीं रह रहा है। सब अपने अपने बैग जो चले गए अपने पुराने ठिकानों पे। अभी भी बाहर है? अभी डर है लोगों को बहुत ज़्यादा। लोग बाहर हैं, यहाँ से भाग के निकल गए हैं। तो अभी शायद ये सीज फायर की वजह से आज अगर कुछ फैसला हो गया तो हो सकता है ये वापस आ जाएंगे, नहीं तो मुश्किल है। ये जो लास्ट विलेज है ना, आप हमारे पीछे ये देख रहे हैं, ये दो लास्ट विलेज है राजौरी का। ऊपर इससे पीछे भी है सर। ये तो डीकेजी तक राजौरी में ही पड़ता है। डीकेजी से उस तरफ जो जाएगा वो पुंछ में आता है। ठीक है, तो अभी आप क्या चाहते हैं? आपको शांति चाहिए? हमको चाहते हैं, शांति चाहते हैं। हम क्या चाहेंगे? हम तो अमन शांति चाहते हैं, क्योंकि हमारा कारोबार ऐसा है, हम अमन होगा तो हम भी कुछ कमाएंगे, अपने बाल बच्चों का पेट भरेंगे। जब ऐसे जंग रहेगी, ऐसे एक दूसरे के साथ लड़ते रहेंगे तो हम क्या कमाएंगे? हम कहाँ जाएंगे? ठीक है। ഫാറൂഖ് അഹമ്മദാണ് നമ്മളോടൊപ്പം ചേർന്നത്. രജൗരി നിവാസിയാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിന്റെ വീട്. പട്ടണത്തിൽ ടാക്സി ഓടിച്ച് ഉപജീവനം നടത്തുന്നയാളാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, നമുക്ക് വേണ്ടത് ശാന്തിയാണ്, സമാധാനമാണ്. അവിടെ നിന്ന് അവർക്ക് തോന്നുമ്പോൾ വെടിമുഴക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ തവണയും ഇവിടുന്ന് ഓടി ഒളിക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം കൂടി ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹം വിവരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഷെല്ലിങ്ങിൽ ഇവിടുത്തെ അഡീഷണൽ കമ്മീഷണർ ADCP യുടെ വീരമൃത്യു പ്രാപിച്ചിരുന്നു. ഈ ഭാഗത്തുള്ള ജനങ്ങളെല്ലാം ഭയന്ന് ഒന്നുകിൽ അവരുടെ കുടുംബ വീടുകളിലേക്കോ അല്ലെങ്കിൽ പഴയ വാസസ്ഥാനങ്ങളിലേക്കോ ഓടിപ്പോയിരിക്കുകയാണ്. ജനം ഇപ്പോഴും ഭയചകിതരാണ്. ഇന്നത്തെ ദിവസം നോക്കിയിരിക്കുകയാണ് അവരിൽ പലരും. ഇന്ന് കൃത്യമായ തീരുമാനവും പ്രഖ്യാപനങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനി പ്രകോപനം ഉണ്ടാക്കില്ല എന്ന് ബോധ്യം വന്നാൽ തിരികെ എത്തും എന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ജിഷ്ണു, നിലവിൽ അറിയിപ്പ് നൽകിയിട്ടുള്ളത് ഒരു കാരണവശാലും അതിർത്തി മേഖലയിലെ വില്ലേജുകളിലേക്ക് ആളുകൾ തിരിച്ചെത്തരുത് എന്നുള്ളതാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹം അങ്ങോട്ടേക്കാണ് ചൂണ്ടിക്കാട്ടിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ ഈ രജൗരി നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ഷെല്ലിംഗ് നടന്നിട്ടുള്ളത്. കൂടാതെ പൂഞ്ച് മേഖലയിൽ നടന്നിട്ടുള്ള ഷെല്ലിങ്ങിൽ 16 അധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അവിടെ ഒരു വിദ്യാലയം തകർന്നുകൊണ്ട് 2 കുട്ടികൾ മരിച്ച സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിരന്തരം പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തുന്ന മേഖലയാണ്. നിലവിൽ കഴിഞ്ഞ രാത്രി സ്ഥിതി ശാന്തമാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം വീടുകളിലേക്ക് തിരിച്ചെത്തണമെന്നും ശാന്തി ആഗ്രഹിക്കുന്നു. അവർക്ക് ഉപജീവന മാർഗം ഈ ഗ്രാമമാണ്, അതുകൊണ്ട് അവർ തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്.